ഞാൻ സ്കൂളിങ്ങും പഠിച്ചതെല്ലാം ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ സെയിൻറ്റ് കൊളംബസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗ് ചെയ്തു. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കോളേജിൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അവിടെ ഒരു തേർഡ് ഇയർ ആയിരുന്നു. അപ്പം എന്നാ കരിയർ മുമ്പിലേക്കുള്ളതെന്ന് തീരുമാനിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 5-6 മാസം എടുത്ത് ആലോചിച്ച് എടുത്ത തീരുമാനമായിരുന്നു സിവിൽ സർവീസസ് വേണമെന്നുള്ളത്. അത് അമ്മയ്ക്കും പപ്പായ്ക്കും ഒക്കെ നല്ല താല്പര്യമാണ് അത് കേട്ടപ്പം. അവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് ഞാനൊരു ലാസ്റ്റ് സെമസ്റ്ററിലാണ് പഠിത്തം തുടങ്ങിയത്. ഇതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്തു, ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് 2018 മുതൽ പഠിത്തം തുടങ്ങി. ഫസ്റ്റ് അറ്റംപ്റ്റ് 2019 കൊടുത്തു. അപ്പം അന്നേരം മുതൽ ഞാനിപ്പം ഇത് എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. 5 പ്രാവശ്യവും പ്രിലിംസ് എൻ്റെ ക്ലിയർ ആയിരുന്നു. മെയിൻസിൽ ഇച്ചിരി ഫസ്റ്റ് 3 ടൈംസ് മെയിൻസ് ക്ലിയർ ആയില്ല. അപ്പം 4ാമത്തെ പ്രാവശ്യം മെയിൻസ് ക്ലിയർ ആയി. ഇൻ്റർവ്യൂ കൊടുത്ത് അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലിസ്റ്റ് വരും എന്നുള്ളത്. പക്ഷേ ഫൈനൽ സെലക്ഷൻ കിട്ടിയില്ല. അന്നൊരു 10-14 മാർക്കിനാണ് വിട്ടുപോയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഇയർ ഡ്രോപ്പ് എടുത്തായിരുന്നു. 2023 അന്നേരം ഞാൻ ഒരു വർഷം ഡ്രോപ്പ് എടുത്തിട്ട് ഡൽഹി തന്നെ ഒരു ജാമ്യ കോളേജിൽ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമിയുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ പഠിക്കുമായിരുന്നു അന്നേരം മുതൽ. പേരൻസ് അന്നേരത്തേക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ പഠിത്തമല്ല അവിടെയായിരുന്നു. ഈ തവണ റാങ്ക് കിട്ടുമെന്നുള്ളൊരു ഇതിനകത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം നന്നായിട്ടായിരുന്നു മിക്കാറ് സാധനവും പോയിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു സെലക്ഷൻ ആകുമെന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ വരെ എത്തിയിട്ട് ആത്തപ്പം അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. ഒത്തിരി ഒരു അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ള. അപ്പം അത് ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു കിട്ടുമെന്നുള്ള. ഇനി ഇതിപ്പം എന്താണ് മുന്നോട്ട് നീ വയ്ക്കുന്നത്? ഇനി ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ സിവിൽ സർവീസസിൽ IAS ആയിട്ടായിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇനി കിട്ടുന്ന കാർഡറൊക്കെ അനുസരിച്ച് എല്ലായിരിക്കും. പിന്നെ ട്രെയിനിങ് ഒക്കെ ഇപ്പം ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പോകാൻ അവിടെ അത് പഠിച്ച പോലെ ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ഇനി നോക്കിയിരിക്കുന്നത്. സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളതിനെക്കുറിച്ച് ഒത്തിരി ഏത് കരിയർ വേണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു. അവന് ഇഷ്ടമുള്ളതും അവന് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ബിടെക് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും പറഞ്ഞ് പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്നില്ല, അവന് സിവിൽ സർവീസിന് പോകണമെന്ന് താല്പര്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയേറെ എൻകറേജ് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5th അറ്റംപ്റ്റാണ്. ഓൾമോസ്റ്റ് 6 years കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ദൈവം നൽകിയൊരു ഗിഫ്റ്റ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൂടെ എല്ലാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ഇതാണ് കറക്റ്റ് യഥാർത്ഥത്തിലുള്ള സമയം. ഞങ്ങൾക്കിത് ദൈവം തന്നു. ദൈവത്തിന് നന്ദി.